ഇൻഡസ് വാട്ടർ ട്രീറ്റി എക്സ്പ്ലെയിൻഡ് ഇൻ 1 മിനിറ്റ്. ഇൻഡസ് റിവർ അഥവാ സിന്ധു നദി എന്ന് പറയുന്നത് ടിബറ്റിലും പാകിസ്ഥാനിലും ഇന്ത്യയിലൊക്കെ വ്യാപിച്ചെടുക്കുന്നതാണ് ഇൻഡസ് റിവർ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ വികസന പദ്ധതികൾക്കായാലും അല്ലെങ്കിൽ ജലപദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാലും ഈ ഇൻഡസ് റിവർ ബോത്ത് പാകിസ്ഥാനും ഇന്ത്യക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1960 നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കരാറാണ് ഈ ഇൻഡസ് ട്രീറ്റി എന്ന് പറയുന്നത്. ഒരു 65 വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ 65 വർഷത്തിന് മേലെയായിട്ട് ഈ ഒരു കരാറിന് യാതൊരുവിധ ബുദ്ധിമുട്ടും തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഈ പഹൽഗാമിലെ ടെററിസ്റ്റ് അറ്റാക്ക് കാരണം ഇന്ത്യ പാകിസ്ഥാനായിട്ട് ഈ ഒരു കരാർ റദ്ദാക്കാൻ പോകുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടുത്തെ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഡ്രൈ ലാൻഡാണ്. അതുപോലെ തന്നെ അവിടുത്തെ എക്കോണമി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടറാണ് അവിടുത്തെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റി റദ്ദാക്കുന്നത് വഴി പാകിസ്ഥാനിലോട്ടുള്ള പുഴയൊഴുക്ക് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫ്യൂച്ചറിലും അല്ലെങ്കിൽ പ്രസന്റ്ലിയും ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു തീരുമാനത്തെ ഒരു ആക്ട് ഓഫ് വാർ ആയിട്ടാണ് പാകിസ്ഥാൻ പരിഗണിച്ചിരിക്കുന്നത്.